എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള വ്യക്തി സ്വതന്ത്രചിന്തകനാണ്, മീഡിയ എഞ്ചിനീയർ ആണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ലൂസി മലയാളം എന്ന ശാസ്ത്ര സ്വതന്ത്രചിന്താ വിഷയങ്ങൾ, മെഡിസിൻ ആയിക്കോട്ടെ, ശാസ്ത്ര വിഷയങ്ങളാട്ടെ, എല്ലാത്തിനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ലൂസി മലയാളം ചാനലിന്റെ ഓണർ കം എവറിത്തിങ് ആണ്. ആൻഡ് ഓൾസോ വളരെ പാഷനേറ്റ് ആയിട്ട് ജ്യോതിശാസ്ത്രത്തിൽ, ഞാൻ ജ്യോതിശാസ്ത്രത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ചന്ദ്രശേഖർ രമേശ്. വെൽക്കം ടു മറുനാടൻ മലയാളം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ ഒന്നാണ് ആസ്ട്രോണമിയും അതുപോലെ തന്നെ എവല്യൂഷനും. അപ്പൊ അതിനെക്കുറിച്ച് എന്നെ സംസാരിക്കാൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. നമുക്കിനിയും ചന്ദ്രന്റെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണാം. ഇന്നാണ് കയ്യിൽ കിട്ടിയത്. ഓക്കെ. നമുക്കറിയാം 2025 എത്താൻ ഇനി കുറച്ച് ദിവസങ്ങളുടെ ബാക്കിയുള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ ചാനലുകളും പ്രമുഖ മാധ്യമങ്ങളും എല്ലാവരും തന്നെ ഇപ്പൊ തന്നെ അടുത്ത വർഷത്തിൽ ഉള്ള ഫലങ്ങൾ ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നാളുകാർക്ക് അടുത്ത വർഷം ഇത്ര ഗുണപ്രദമായിരിക്കും, ഈ നാളുകാർ പക്ഷെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെ നാളുകാരാണ് ചന്ദ്രശേഖരൻ രമേശ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് ഈ ചോദ്യം അഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഈ നാള് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഈ രീതിയിലായത് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ട് 27 നാളുകളാണുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തം ജനത്തിനെ എടുത്തിട്ട് 27ആയിട്ട് ഭാഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേർക്ക് നല്ലത്, കുറച്ച് പേർക്ക് മോശം എന്നുള്ളതാണ് ഇതിനകത്ത് പൊതുവെ പറയുന്ന ഒരു കാര്യം. ശരിക്കും ഈ നാളുകളൊക്കെ ഉണ്ടായി വരുന്നതിന് ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ അത് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത് സമയം അറിയാൻ, അതുപോലെ ദിക്കറിയാൻ അല്ലെങ്കിൽ ദിശ അറിയാൻ, പ്രത്യേകിച്ച് വലിയ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ റോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര വളരെ പഴയ ഒരു ഒരു BC 2-ാം നൂറ്റാണ്ട് മുതലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആസ്ട്രോണമിയുടെ ചരിത്രമുണ്ട്. അതിന് മുമ്പുണ്ട് ബാബിലോണിയയിലൊക്കെ പ്ലിയഡിസ് പോലെയുള്ള, അതായത് നമ്മുടെ കാർത്തിക നക്ഷത്രക്കൂട്ടം എന്ന് പറയുന്ന ആ നക്ഷത്രക്കൂട്ടത്തിന്റെ ശിലയിൽ കൊത്തിവെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലേ മനുഷ്യൻ പ്രത്യേകിച്ച് ഒരു കാർഷിക സംസ്കാരം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ 27ആയിട്ട് ഭാഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തെ മൊത്തം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയുടെ ആ ഭാഗത്തൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ദിവസം നോക്കി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ചന്ദ്രൻ അമാവാസി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അടുത്ത ദിവസം ഒരു ചെറിയൊരു തേങ്ങാപ്പുളു പോലെ കാണാൻ പറ്റും. പിന്നെ അതിങ്ങനെ മൂവ് ചെയ്ത് ഓരോ ദിവസം കഴിയും തോറും മൂവ് ചെയ്ത് കിഴക്കോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അത് 13.1/3 ഡിഗ്രിയിലാണ് അതിങ്ങനെ മാറി മാറി വരുന്നത്. അങ്ങനെ മാറി മാറി പോകുന്ന സമയത്ത് ഓരോ ദിവസവും അത് നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ നമ്മൾ നോക്കി വെച്ചിരുന്നു. അതാണ് ഈ അശ്വതി, ഭരണി, കാർത്തിക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഈ 27 എന്നുള്ളൊരു കണക്ക് വരുന്നത്. അതായത് ചുറ്റിനും വരുമ്പോൾ 27 പൊസിഷനുകളിൽ 28ാമത്തെ ദിവസം വീണ്ടും ചന്ദ്രൻ പഴയ നക്ഷത്രക്കൂട്ടത്തിന്റെ അടുത്ത് വരും. അപ്പോൾ അത് നോക്കി വെക്കാൻ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഈ നാള് അല്ലെങ്കിൽ ജന്മനക്ഷത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ചന്ദ്രന്റെ പുറകിൽ ഏത് നക്ഷത്രമാണോ ആ നക്ഷത്രമാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എന്നാ ജനിച്ചെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പലരും കയ്യിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ ആപ്പിളിന്റെ ഒക്കെ റിസ്റ്റ് വാച്ച് കിട്ടുന്നത് ഒരു പക്ഷേ അവരുടെ ഹാർട്ട് റേറ്റോ BP ഒക്കെ അറിയാനായിരിക്കും. നിങ്ങൾക്ക് സമയം നോക്കാൻ വാച്ചിന്റെ പോലും ആവശ്യമില്ല, മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മുൻപേ ഉണ്ടായിരുന്ന ഒരു കാര്യം പിന്നെ യൂസ് ഇല്ലാതെ വരും. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കഞ്ഞി പിടിച്ച് കിടക്കുക എന്ന് പറയുന്ന ഒരൊറ്റ മാർഗ്ഗം അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അന്ധവിശ്വാസം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി ഈ ഫലഭാഗ ജ്യോതിഷം എന്ന് പറയുന്നത്. ഇപ്പോ നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ആദ്യകാലങ്ങളിൽ നക്ഷത്രങ്ങളെ ആകാശത്തേക്ക് നോക്കി നിരീക്ഷിച്ചതിന് ശേഷം പ്രധാനമായിട്ടും ഈ നമ്മൾ ഒരു കാർഷിക സംസ്കാരമാകുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എന്താണ്? എപ്പോഴാണ് നില ഉഴുതു മറിക്കേണ്ടത്, എപ്പോഴാണ് വിത്ത് ഉണക്കേണ്ടത്, എപ്പോഴാണ് നട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിളിച്ച് വരിക, കാര്യം അത് കഴിയുമ്പോൾ മഴ വേണം, ഞാറ് മാറ്റി നടണം. അപ്പോൾ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ സൈക്ലിക്കലായിട്ട് വരുന്ന, ചാക്രികമായിട്ട് വരുന്ന എന്തൊരു കാര്യത്തിനെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഈ മാസം പണ്ട് നമ്മൾ പറയുമായിരുന്നു ജൂൺ 1-ാം തീയതി ആകുമ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്ന അതേ സമയം നോക്കിയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ഒരു സൈക്ലിക്കലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ നോക്കി വെക്കുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ അന്ന് ജൂൺ മാസം എന്നൊന്നും പറയാൻ പറ്റൂല. അവർ ആകാശത്ത് നോക്കിയിട്ട് സൂര്യൻ ഏത് നക്ഷത്ര ഗണത്തിന്റെ കൂടെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ചന്ദ്രൻ ഏത് നക്ഷത്ര ഗണത്തിന്റെ കൂടെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവര് പറയും അടുത്തത് വരാൻ പോകുന്നത് ഇപ്പം മഴക്കാലമാണ്, അപ്പം വിത്ത് ഉണക്കണമെങ്കിൽ ഉണക്കി റെഡിയാക്കി വെച്ചോ, വിതയ്ക്കണമെങ്കിൽ വെച്ചോ. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആഹാരം, വിളകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മളെ ഇത്രത്തോളം ബാധിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ബാധിക്കാനായിട്ട് ഈ പറയുന്ന സൈക്കിൾസിനൊക്കെ കഴിയുമെങ്കിൽ
നമ്മൾ കഴിക്കുന്ന നമ്മളെയും അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനെ അത് ബാധിക്കും എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായി വന്നതാണ്. പിന്നെ അതൊരു കംപ്ലീറ്റ് ആയിട്ട് പരാമീറിന്റെ കാലം മുതലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫലഭാഗ ജ്യോതിഷവും അതിന്റെ പേരിൽ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം ഈ വർഷം തോറും ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ 27 ആളുകളെ ഭാഗിച്ചിട്ട് അവർക്ക് കുറച്ചു പേർക്ക് നല്ലത്, കുറച്ചു പേർക്ക് മോശം എന്ന് പറഞ്ഞ് തിരിക്കുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല. ഈ എഴുതുന്ന ജ്യോത്സ്യന്മാരുടെ ആരുടെ കേസ് എടുത്ത് നോക്കിയാലും അവരാരും ആകാശമൊന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ജ്യോതിശാസ്ത്രവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. യൂഷ്വലി ആസ്ട്രോണമിക്കൽ അസോസിയേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന കുറെ ചാർട്ടുകളും കാര്യങ്ങളും എടുത്തു വെച്ചതിന് ശേഷം അവർക്കറിയാവുന്ന രീതിയിൽ അതിനെ ഒരു കണക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് കുറെ കാര്യങ്ങൾ അങ്ങ് ആരോപിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും കാണുന്ന ഒരു കാര്യം. അപ്പൊ അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ വളരെ സോക്കോൾഡ് ഒരു സാധനമാണ് ചൊവ്വാദോഷം നോക്കുക. ഈ ഗ്രഹങ്ങളൊക്കെ ഗ്രഹനില നോക്കുക. അല്ലെങ്കിൽ കല്യാണത്തിന് ഇപ്പൊ പ്രമുഖരായ ഒരുപാട് പ്രമുഖരെന്നല്ല എല്ലാവരുടെയും ഹിന്ദു മതാചാര പ്രകാരമുള്ള ആളുകളുടെ കല്യാണത്തിന് സമയം കുറിക്കുക, ജാതകം എഴുതുക. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിൽ ഒരു ആൾ പിന്നെ കുട്ടികളില്ല, അതുകൊണ്ട് കോഴിക്കുഞ്ഞിന് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങി മരിച്ചുപോയി. അന്ന് ഇവിടെ അതെ. മലയാളികൾ കിടന്ന ഭയങ്കര ചിരിയും കളിയും ബഹളവും. പക്ഷെ അതേ മലയാളി തന്നെ ജഗൻ ജ്യോതിഷിയുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരിക്കും വാർത്ത കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവുക. അപ്പൊ അതെ. ഈ അടിസ്ഥാനപരമായി നമുക്ക് ഇഷ്ടമുള്ള ചില സോഫ്റ്റ് ലൈസ് ഒക്കെ ഉണ്ട്. അതിനെ അങ്ങ് ഇഷ്ടപ്പെടുകയും പുൽകുകയും അതൊക്കെ നല്ലതാണെന്ന് പറയുകയും ചെയ്യും. ചൊവ്വാദോഷത്തിൽ സത്യത്തിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? ഈ ചൊവ്വാദോഷം അതായത് നമുക്ക് ഗ്രഹനില പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഗ്രഹനില എന്ന് ഉം, പറയുന്നത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പം എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് ഗ്രഹനില കുറിക്കാം. അതായത് ഉം, നമ്മളിപ്പോ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റിനും പ്ലാനറ്റ്സ് എല്ലാം സഞ്ചരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഈ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതി ശാസ്ത്രത്തിൽ നമ്മൾ പറയുന്ന, അതായത് അസ്ട്രോണമിയിൽ ഉം, പറയുന്ന പ്ലാനറ്റ്സ് അല്ല ഇവരുടെ പ്ലാനറ്റ്സ്. ഇവരുടെ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഉം, പ്രധാനമായിട്ട് 5 കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഗ്രഹങ്ങളും ബാക്കി 2 എണ്ണം ഒരു സാങ്കല്പികമായിട്ടുള്ള 2 അസെൻഡിങ് നോഡ്, ഡിസെൻഡിങ് നോഡ് എന്ന് പറയുന്നതാണ് ഈ രാഹു, കേതു പ്ലസ് സൂര്യൻ, ഉം, ചന്ദ്രൻ. സൂര്യൻ നക്ഷത്രമാണ്, ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ഉപഗ്രഹമാണ്, ഭൂമിയുടെ തന്നെ ഉപഗ്രഹമാണ്. അപ്പൊ ഇതാണ് അവരുടെ ഗ്രഹങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഉം, ഇത് ഒരാൾ നിൽക്കുന്ന സ്ഥലത്ത് ഏതൊക്കെ പൊസിഷനിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഒരു വൃത്തം വരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വെക്കാം. അപ്പൊ ആ പൊസിഷൻ വെച്ചിട്ട് എവിടെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ചൊവ്വയുടെയും അല്ലെങ്കിൽ ശനിയുടെയും ഒക്കെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് ആക്ച്വലി ഗ്രഹനില എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉം, പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കളം വരച്ചിട്ടാണ്. നമ്മുടെ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ വട്ടത്തിൽ വരച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉം, സംഭവമാണ്. അപ്പോൾ ഈ പ്ലാനറ്ററി പൊസിഷൻ കറക്റ്റ് ആണ്. അവർ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നോ അതിന് ചുറ്റിനും ഏതൊക്കെ പ്ലാനറ്റ്സ് ഏതൊക്കെ പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളത് എങ്ങനെയാണോ ഒരു ക്ലോക്കിന്റെ സൂചികൾ കൊണ്ട് നമ്മൾ സമയം മനസ്സിലാക്കുന്നത് അതുപോലെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് ആ വാനനിരീക്ഷണം നടത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ചെയ്യുന്ന കാര്യം എന്താണ്? ഇതിനെ അന്ന് കുറിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു ചെമ്പ് തകിടിനകത്ത് ഈ ഗ്രഹനില കുറിച്ച് താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ട് പിന്നീട് വരുന്ന ഒരാൾക്ക് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണെങ്കിൽ വേണമെങ്കിൽ പോലും നമുക്ക് ആ തകിടെടുത്തിട്ട് അത് എന്നായിരുന്നു ഉണ്ടാക്കിയത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് ഉം, വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് കുറിച്ച് വയ്ക്കുക എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ് ഈ സമയവും ഈ സംഭവമൊക്കെ വരുന്നത്. ഉം, പിന്നെയാണ് നമ്മൾ ചൊവ്വാദോഷത്തിന്റെ കാര്യം വന്നത്. അപ്പൊ ചൊവ്വാദോഷം നമ്മൾ ആലോചിക്കുന്നത് ഇത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല. ചൊവ്വയാണ്. ഉം, ചൊവ്വ അസ്തമിക്കുന്ന സമയത്ത് ജനിക്കുന്ന ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചൊവ്വാദോഷം കൊടുക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഈ അഷ്ടമത്തിൽ ചൊവ്വ എന്ന് പറയുന്ന സാധനം. അപ്പം ഉം, മുകളിൽ ഉം, 6 രാശികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനേക്കാളും താഴെ വരുന്നത് അതായത് ഭൂമിക്ക് അസ്തമിക്കുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടിയാണ്. ചൊവ്വ അസ്തമിക്കുന്ന സമയത്ത് ജനിക്കുന്ന ഒരു ഉം, കുട്ടിക്കാണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാക്കുന്നത്. അതായത് പല രേഖകളും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചൊവ്വാദോഷം അവനവന് തന്നെയായിരുന്നു. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ജ്യോത്സ്യനെ കാണാൻ പോകേണ്ട കാര്യമില്ല. കാര്യം ദോഷം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ സീരിയസ് ആയിട്ട് അത് എടുക്കുകയും ജ്യോത്സ്യനെ കാണാൻ പോവുകയൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് തിരിച്ച് അപ്പുറത്തോട്ട് വെച്ച് കൊടുത്തതാണ്. അങ്ങനെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളതായിട്ട് അറിയാം. അതുപോലെ നമ്മുടെ ഉം, നാട്ടിൽ മാത്രമൊക്കെ ആയിട്ട് കാണുന്ന, കേരളത്തിൽ മാത്രമായിട്ട് കാണുന്ന ഗുളികൻ പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഗുളികൻ എന്ന് പറഞ്ഞാൽ ശനിയെ ചുറ്റുന്ന ഒരു സാങ്കല്പിക ഉപഗ്രഹമായിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ ഉം, കേരളത്തിലുള്ളവരെ മാത്രമേ അതിന്റെ ശക്തി ബാധിക്കൂ എന്നുള്ളത് ആലോചിക്കണം. ആ ബൗണ്ടറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് വലിയ റീച്ചോ റേഞ്ചോ ഇല്ല. നോർത്ത് ഇന്ത്യൻ ജ്യോതിഷത്തിലൊന്നും അതില്ല. അപ്പൊ ഉം, ഇതാണ് ഈ ചൊവ്വാദോഷത്തിനകത്തുള്ള തമാശ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇപ്പൊ ഒരാൾക്ക് മകളുടെ കല്യാണം നടക്കുന്നില്ല. അവ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഈ ചൊവ്വാദോഷം കൂടെ വെക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന ഒരു സമൂഹം ആവുമ്പോ അതിനകത്ത് പോയി കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. ഉള്ളത് കൂടുതൽ ഡിലേ ആവുന്നതിനൊക്കെ വലിയൊരു പ്രധാന കാരണമായിട്ട് ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ ബാക്കി എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ പോലും ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ പേടിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ചൊവ്വ അസ്തമിക്കുകയായിരുന്നു ഈ കുട്ടി ജനിക്കുമ്പോൾ എന്നുള്ളത് മാത്രമേ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ ആനക്കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം.
ഇവര് ജ്യോതിശാസ്ത്രമുണ്ട്, പക്ഷെ ജ്യോതിഷം ശാസ്ത്രമാണെന്നാണ് പറയുക. ശാസ്ത്രം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആയിരിക്കണം. അത് അതെ. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നടക്കുന്ന ഒന്നായിരിക്കണം. അതിന് തീർച്ചയായും. തെളിവുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് മീറ്റേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ അതെ. ജ്യോതിഷം ശാസ്ത്രമാകുന്നാൻ വേണ്ടി ഇവരെന്നെ കഷ്ടപ്പെട്ട് അതിനെ ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഉം. എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനപരമായി ജ്യോതിശാസ്ത്രത്തിന്റെ മറവിൽ വളർന്നു വന്ന ഒരു കപടശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളുടെ അന്നമായിട്ട് മാറിയിട്ടുണ്ട് കുടുംബം പുലർത്താൻ. ഈ കൈനോട്ടം മുതൽ നമ്മളൊക്കെ ഈ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും കൈ നോക്കുന്ന ആളുകളുടെ എണ്ണം ബാഹുല്യം വളരെ കൂടുതലാണ്. കൈ അതെ. നോക്കി പറയുക, മുഖശാസ്ത്രം പറയുക, പിന്നെന്താ ഹസ്തരേഖാ ശാസ്ത്രം, പിന്നെ എന്തൊക്കെയോ എല്ലാത്തിനും ശാസ്ത്രമാണ്. ഇങ്ങനെ ഉം. മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ആ അപ്പോ അല്ല ആ, ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി. അതായത് ഉം, ഈ കോഴിക്കുഞ്ഞിനെ ഉം, വിഴുങ്ങിയ കാര്യം പറഞ്ഞില്ലേ? ഉം, അപ്പൊ ഉം. ഈ ജോത്സ്യന്റെ അടുത്ത് പ്രധാനമായിട്ട് പോകുന്നത് എന്തിനാണ്? എനിക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നറിയണം. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതെ. അതായത് വെറുതെ ഈ നക്ഷത്രങ്ങളുടെയൊക്കെ പൊസിഷൻ അറിഞ്ഞിട്ട് കാര്യമില്ല. അഷ്ടമത്തിൽ ചൊവ്വയുണ്ട്. ആ ഉണ്ട്. അവിടെ ഇരുന്നോട്ടെ എന്ന് ആളും ഉം, പറയും. അങ്ങനെയല്ല. ഉം, പോയതിന് ശേഷം ശരി എനിക്ക് ഇങ്ങനെ ഒരു ദോഷമുണ്ട്. അപ്പൊ എനിക്ക് അതിന് എന്തെങ്കിലും ഒരു ഉം, പരിഹാരം വേണമല്ലോ. അപ്പൊ ഉം, പരിഹാരം എന്ന് ഉം, പറയുമ്പോഴത്തേക്കും ആക്ച്വലി അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ പല ഗ്രൂപ്പിലുള്ള ആളുകളും ഇതിനകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഉടനെ ഉം, ഒരു 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 ഈ പരിഹാരം നടത്താനായിട്ടുള്ള ഒരാളിനെ ഒരു മന്ത്രവാദി ഉം, അല്ലെങ്കിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു ഹോമം ഉം, നടത്താനുള്ള ഒരാൾ അല്ലെങ്കിൽ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കാൻ എന്നുള്ള രീതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പലരും ഉണ്ട്. അവിടെ തന്നെ ഉം, തീരുന്നില്ല കാര്യം. ഈ ഉം, ജ്യോതിഷപ്രകാരമുള്ള പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് പറയുന്ന വേറൊരു കാര്യം, ശരി വീട്ടിലൊരു സുദർശന ഹോമം നടത്തിക്കോളൂ. വലിയ ദോഷമുണ്ടെന്ന് പറയും. ഈ ഉം, സുദർശന ഹോമം നടത്താനായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പോറ്റിയുണ്ട്. അയാള് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞു. അയാളെ വിളിച്ചാൽ പറ്റില്ല. കാര്യം അപ്പൊ ഉം. ജ്യോത്സ്യം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒഴിവ് നോക്കണമെന്ന് പറയും. ഓ. കുറേ പോറ്റിമാരെയൊക്കെ നമ്മൾ പേരെടുത്ത് കൊടുത്തതിന് ശേഷം പുള്ളി ഒഴിവെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജ്യോത്സ്യം കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കുന്നു. ഉം, അതിനുശേഷം അതിനകത്തുനിന്ന് ഒരാളിനെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ പറയുന്ന സ്പെഷ്യൽ പൂജ നടത്താൻ പോകുന്നത്. ഇനി പൂജ നടത്തിയാലോ? പൂജ നടത്തുന്ന സമയത്തും ജ്യോത്സ്യന്റെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. കാര്യം കബഡിയും കാര്യങ്ങളൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് ഇത് ഒഴിഞ്ഞു പോയോ? അപ്പം ഒരു ഓ. കൂട്ടം അന്ധവിശ്വാസം. കാര്യം ഈ ജ്യോത്സ്യൻ പറയണം അത് ഒഴിഞ്ഞു പോയി, ആ ബാധ മാറി എന്ന് പറയുമ്പോൾ മാത്രമേ ഉം, നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ അവർക്ക് ഇവരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം. കാര്യം ഈ ഭയം ഇങ്ങനെ ഉം, നിൽക്കുന്നത് കാരണം ഇവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. സ്വർണ്ണത്തിൽ വിഗ്രഹം ഉണ്ടാക്കിക്കാൻ പറയാം, അല്ലെങ്കിൽ ആൾ രൂപം ഉണ്ടാക്കിക്കാൻ പറയാം. ഇങ്ങനെ ഇതൊരു ഒരു ഒരു ചെയിൻ പോലെ കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ റോള് തീരുന്നില്ല. ഇപ്പൊ ജോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 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 അതിനകത്തൊരു അങ്ങോട്ട് കൂടുതൽ ഒരു കൂടുതൽ കാര്യമുണ്ട്. ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമുക്കൊരിക്കലും മനുഷ്യന്മാർക്ക് ശാസ്ത്രത്തിന്റെ സാങ്കേതികോളജി നമുക്കിപ്പം ചൊവ്വയിലോ എവിടെ വേണമെങ്കിലും എത്തിപ്പെടാം. ഓരോ ഗ്രഹങ്ങളെ കുറിച്ച് പഠനം, പുതിയ പുതിയ യൂണിവേഴ്സിനെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഗാലക്സികളെ കുറിച്ച് അതെ. പഠനങ്ങൾ നടക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സയൻസിന് അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതികതയ്ക്ക് സാധ്യമാണ്. ഈ പലകയടിച്ചിട്ടുള്ള ഈ കുറച്ച് കവടികൾ കൊണ്ട് ഇനി ഗ്രഹനില അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കുക, ചൊവ്വാദോഷത്തിന് ദോഷമുണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഇതെങ്ങനെയാണ് ഈ ടെക്നിക്ക് ഇങ്ങനെ രശ്മികൾ പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട്. അതാണ്. നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്ന 4 തരം ബലങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഉം, ഇന്ററാക്ഷൻ എന്ന് പറയാം. ഉം, സ്ട്രോങ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ വീക്ക് ഇന്ററാക്ഷൻ. അതൊക്കെ വളരെ ഒരു ആറ്റത്തിന്റെ വലിപ്പത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന അത്രയും ചെറിയ ബലങ്ങളാണ്. പിന്നെ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. അപ്പൊ ഇവര് ശാസ്ത്രീയമാക്കാനായിട്ട് പല പരിപാടികളും കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ കൃഷിയുടെ കാര്യം പറഞ്ഞല്ലോ. കൃഷിയും ഉം, ഉം, ആഹ് അതായത് ആഹാരവും മനുഷ്യനുമായിട്ട് ഇത്രയും വലിയ ബന്ധമുള്ളതുകൊണ്ട് ആ ചെടികളെ അഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യനെ അഫക്ട് ചെയ്യുന്നുള്ള ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു. അതുപോലെയാണ് ഉം, ഇപ്പം കുറച്ചുകൂടെ ശാസ്ത്രീയമായ വിശദീകരണത്തിന് വേണ്ടി ആളുകൾ പറയും, നമ്മുടെ ശരീരത്തില് ചന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ശരീരത്തിൽ 70% വെള്ളമാണ്. അപ്പൊ അപ്പം വെള്ളം എന്ന് പറയുന്ന ഒരു സാധനം കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു കോമൺ സാധനം കണ്ടുപിടിച്ചതിന് ശേഷം അതുമായിട്ട് ഉം, ബന്ധപ്പെട്ട് ഉം, ഒരു പുതിയ വിശദീകരണം കൊണ്ടുവരാൻ നോക്കുന്നു. ഇങ്ങനെയാണ് ഇവർ ശാസ്ത്രീയത ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്. ഈ പേരുകൾ പലപ്പോഴും കൺഫ്യൂസിംഗ് ആണ് കേട്ടോ. കാര്യം ജ്യോതിഷം എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നത് പണ്ട് ആദ്യ കാലങ്ങളിൽ ഉം, നക്ഷത്രങ്ങളെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരും അതുപോലെ തന്നെ ഈ ഫലഭാഗം പറയുന്നവരും ഒക്കെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു പേരാണ് ശരിക്കും ജ്യോതിഷം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞു. ഒന്ന് ജ്യോതിശാസ്ത്രമായിട്ട് മാറി. സയന്റിഫിക് ആയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉം, ഗാലക്സികളെയും നക്ഷത്രങ്ങളെ കുറിച്ചിട്ടും ബ്ലാക്ക് ഹോളുകളെ തമോ ഗർത്തങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്ന രീതിയിലേക്ക് ആ ശാഖ പോയി. അവിടെ ഉം, തെളിവിന്റെ ബാക്കിൽ പോയ ഒരു ഗ്രൂപ്പാണത്. ഉം, മറ്റവര് ജ്യോത്സ്യം അല്ലെങ്കിൽ ഫലഭാഗ ജ്യോത്സ്യം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനമായിട്ട് പോയിട്ടുണ്ട്. അതിനകത്തുള്ള നക്ഷത്രവും കാര്യങ്ങളും ഒക്കെ ഇതിന് മുമ്പ് ഉണ്ടായതായത് കൊണ്ട് ആ സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉം, കുറേ
കാര്യങ്ങൾ ഇവർ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നേരത്തെ മനുഷ്യ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റെപ്പറ്റീറ്റീവ് ആയിരിക്കണം, വീണ്ടും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. സയൻസ് ആകുമ്പോൾ നാച്ചുറലി അതിനകത്ത് ഗ്രോത്തും ഉണ്ടാവും. ഇത് ഇവർ പുറകെയുള്ള അതേ സാധനം തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടി വിയിലൊക്കെ ഇരുന്ന് പറയുന്ന ജ്യോത്സ്യന്മാരൊക്കെ പറയുന്ന കണ്ടിട്ടുണ്ട്, അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഇതൊക്കെ മൊബൈൽ, ഈ സാധനത്തിനകത്ത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ഒരു സംഗതിയേ ഇല്ല. കമ്പ്യൂട്ടർ ജ്യോതിഷം ഒക്കെ ഉണ്ട്. അല്ല, കമ്പ്യൂട്ടർ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇവർ ചെയ്യുന്ന കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഈ പ്ലാനറ്ററി പൊസിഷൻ ഒക്കെ ഇപ്പൊ നമുക്ക് തന്നെ കമ്പ്യൂട്ടറിൽ സ്റ്റെലേറി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെയായിരിക്കും. അപ്പൊ അത് ഫാക്ടർ ഇൻ ചെയ്തിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് കൊണ്ട് അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പൊ കമ്പ്യൂട്ടർ ജ്യോതിഷം ബേസിക്കലി അവർക്ക് വേണ്ട ഒരു ഗ്രഹനിലയുടെ അല്ലെങ്കിൽ ഇന്ന ദിവസം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ഗ്രഹനില എന്തായിരിക്കും എന്നുള്ള എഴുതി കാണിച്ചു. തിരിച്ച് റിവേഴ്സ് ആണ് നടക്കുന്നത്. പണ്ട് ഗ്രഹനില നോക്കിയിട്ട് നമ്മൾ ഏത് ദിവസമാണെന്ന് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡേറ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗ്രഹനില അത് കാണിച്ചു തരും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു പ്രയോജനം ഇല്ലാന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിനകത്തുള്ള സംഗതി. ഒരു ചോദ്യം കൂടെ. പല പ്രമുഖരായ ആളുകളും വിവാഹം കഴിക്കാറുണ്ട്. വളരെ അഡിക്ഷൻ ഉള്ള വിശ്വാസികളായിരിക്കും. പക്ഷെ കുറച്ച് സമയത്ത് ഇവർ ദീർഘസുമംഗലി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇവർ ഈ സമയം കുറിക്കുന്നത്. ഏറ്റവും മികച്ച മുഹൂർത്തം, ഏറ്റവും നല്ല പൊരുത്തം, ഇതൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ വിവാഹത്തിലേക്ക് എത്തുന്നത്. പക്ഷെ കുറച്ച് നാളുകൾ താമസിക്കുമ്പോൾ ചിലരുടെയൊക്കെ വിവാഹം ഡിവോഴ്സിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും ജ്യോതിഷികൾക്ക് അത് കണ്ടെത്താൻ സാധിക്കാറില്ല. അവര് ഇനി തിരിച്ചു വരുമ്പോ പറയുന്നത് മറ്റൊരു ഗ്രഹം വന്ന് എന്താ പറയാ ഗുളികകാലം, രാഹുകാലം, കേതുകാലം, ഇങ്ങനെ കുറെ പേരുകൾ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ പറ്റിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് പല ഘട്ടങ്ങളിൽ. എന്നാൽ പോലും കുറേയധികം ആളുകൾ പോകുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് കച്ചവടം, പണം ഉണ്ടാക്കുക, കുബേർ കുഞ്ചി അല്ലെ രുദ്രാക്ഷമാല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറെ പരിപാടികളുണ്ട്. ഇറീഡിയം തട്ടിപ്പ്, വെള്ളിമൂങ്ങ, ഇതര പാമ്പ്, എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമുക്ക് പറ്റിക്കാൻ നിന്നു കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. മാത്രമല്ല ജ്യോതിഷം എന്ന് പറയുന്നത് ഇന്നു മുതൽ തുടങ്ങിയ ഒരു തട്ടിപ്പൊന്നുമല്ല. അതിന് ഏറ്റവും പഴക്കമുള്ള തട്ടിപ്പുകളിൽ ഒരു തട്ടിപ്പാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, നമ്മൾ നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ കൂടി. അല്ല, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ജനറൽ ആയിട്ടുള്ള നമ്മൾ ബാണം സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഒരാളുകൾ ആരെങ്കിലും വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ പോലും നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് അവർക്കത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു കൺവിൻസിങ് സ്റ്റേജ് ആണ് ആദ്യം നടക്കുന്നത്. പലപ്പോഴും അവരുടെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് തന്നെ ഈ എറിഞ്ഞെടുക്കുക അല്ലെങ്കിൽ കോൾഡ് റീഡിംഗ് അല്ലെങ്കിൽ ഹോട്ട് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ്. പ്രോബബിലിറ്റി ചിലപ്പോ ഭാവി പ്രവചിക്കുന്നൊക്കെ, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചിൽ ആര് ജയിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് പ്രവചനങ്ങൾ നടക്കാറുണ്ട് അല്ലെ. 2010 ഞാൻ അപ്പഴാണ് ഡയറിയിൽ എഴുതി വെച്ചത്. പ്രവചന സേഫ് കളിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, നമ്മൾ ആദ്യം ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് പാസ്റ്റ് പറഞ്ഞാണ്. അതാണ് അതിനകത്ത്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള പാസ്റ്റിലുള്ള കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോ വീട്ടില് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നനയ്ക്കുന്നതിന്റെ അവിടെ ഒരു ചൂല്, കുറ്റിച്ചൂല് ചാരി വെച്ചിട്ടില്ലേ, ജ്യോത്സ്യന്മാര് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ആലോചിക്കും, ഉണ്ടല്ലോ, കാര്യം നനയ്ക്കുന്നതിന്റെ അവിടെയാണ് പലരും വീട്ടിൽ മുറ്റടിക്കുന്ന കുറ്റിച്ചൂല് വെക്കുന്നത്. അതിനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറുന്ന അവിടെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ലേ, നിങ്ങൾ പോയി നോക്കും, നിങ്ങൾക്ക് പോലും അറിഞ്ഞില്ല, നിങ്ങൾ വീട്ടിൽ പോയി നോക്കുന്നു പറയും. ഇവർ വീട്ടിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ക്രാക്ക് തപ്പി എടുക്കും. കാര്യം സ്റ്റെയർ കേസ് അവിടെ വന്ന് കയറുന്ന സ്ഥലത്താണ് ഏറ്റവും ലോഡ് വരുന്നത്, അവിടെ ക്രാക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ പോലെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ള ഒരു സ്ഥലം ആകുമ്പോഴത്തേക്കും എക്സ്പാൻഷനും പല സീസണൽ വേരിയേഷനൊക്കെ കൊണ്ട് പുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. ഇത് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് എനിക്ക് പോലും അറിഞ്ഞൂടാത്ത കാര്യം ജ്യോത്സ്യം പറഞ്ഞു എന്നാണ് ഈ ആള് ചിന്തിക്കുന്നത്. പിന്നെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ പാസ്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, പിന്നെ ഫ്യൂച്ചറിലേക്ക് ഉപദേശം കൊടുക്കുക, പ്രവചിപ്പിക്കുക. ഈ ഉപദേശം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ബേസിക്കലി ഇതെല്ലാം സജഷനുകളാണ്. ഇവർ ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ചെയ്യുന്ന കാര്യം. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? പാസ്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇവർക്ക് ഉപദേശം കൊടുക്കുക. ഇനി ആ ഉപദേശം ചെയ്താൽ മാത്രം പോരാ, അതിന് മുമ്പ് ഇപ്പൊ കാണുന്ന ചില ദോഷങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. വേണമെങ്കിൽ ഒരു സിമ്പിൾ ആണ്. ഇപ്പൊ ഞാനൊരു ജ്യോത്സ്യനായിട്ടിരിക്കുകയാണ്, മനു എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ പറയാണ്, മനുവിന് എനിക്ക് പാസ്റ്റ് കൃത്യമായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല, അപ്പൊ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു പരിഹാരമുണ്ട്. ഈ ആരുടെ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു പരിഹാര പൂജയാണ്. അത് കഴിഞ്ഞിട്ടാവുമ്പോ എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഗ്രഹങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ഭാവി പറയാന്ന് പറയും. അപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്നത് ആദ്യം വന്നപ്പോ ശരി ജ്യോത്സ്യം പറഞ്ഞു. അപ്പം ഈച്ച് ആൻഡ് എവറി ടൈം വരുമ്പോഴും നിങ്ങളുടെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയാണ്. എനിക്ക് മനുജയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആണത്.
അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ആണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കുമല്ലേ, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയാൽ മതിയായിരിക്കും. അതാണ് നമ്മുടെ ഹോട്ട് റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ എന്ത് ഡീറ്റെയിൽസ് വേണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മനു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു 10-20 പടം എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു കുറെ പടങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനുവിന്റെ വീട് ഏത് ഭാഗത്തായിട്ട് വരും, വീടിന്റെ ഫ്രണ്ടിൽ ബൊഗൈൻവില്ല ഉണ്ടോ, ചൂലുണ്ടോ, ഇങ്ങനെയുള്ള വളരെ മൈനർ ആയിട്ടുള്ള, നമ്മൾ സാധാരണ ഇന്നറ്റൻഷൻ കാരണം ഉപേക്ഷിക്കുന്ന പല ഡീറ്റെയിൽസും എടുത്തിട്ട് പറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഞെട്ടിപ്പോകും. അതാണ് പ്രശ്നം. എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധാരണക്കാർക്ക്. അതെ അതെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞാണ് ഇവര് ലൂവർ ചെയ്ത് കൊണ്ടുവരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി. ഇനി ഇതിനകത്ത് വേറെ തമാശയുണ്ട്. ഇപ്പൊ മനുവിന് തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങളും അയാൾ പറഞ്ഞിരിക്കും. നമ്മുടെ ബ്രെയിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ആ ഹിറ്റുകൾ മാത്രമേ എടുക്കുള്ളൂ, മറ്റേത് അറിയാതെ അങ്ങ് മറന്നു പോകും. അതാണ് എന്റെ പ്രശ്നം. സെറ്റിംഗ്സ് അങ്ങനെയാണ്. അതെ. അപ്പോ മനു വേറൊരാളുടെ അടുത്ത് പറയുമ്പോ മനു ഒരിക്കലും ഒരു മണ്ടത്തരം കാണിച്ചു എന്ന് പറയാനായിട്ട് ഇഷ്ടപ്പെടൂല. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെയാണ്. മനു എന്നല്ല, ആരായാലും ഒരു ജോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ ഞാനപ്പോൾ കൈനോട്ടക്കാരോ നല്ല മിടുക്കിയാണല്ലോ എന്നും പറഞ്ഞിട്ടാ തുടങ്ങുന്നേ. അപ്പോഴും നമ്മളൊന്ന് പൊങ്ങും. അതെ അതെ. എന്നിട്ട് വേറൊരാളുടെ അടുത്ത് ഈ ജോത്സ്യനെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ അയാൾ പറഞ്ഞതിൽ തെറ്റിയ കാര്യങ്ങളൊന്നുമല്ല, ശരിയായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അടുത്ത ആൾ കൺവിൻസ്ഡ് ആവും, അവിടെ പോകും. അവിടെ ഇയാൾക്കും ഇതേ പറഞ്ഞ പോലെ കുറെ മിസ്സസ് ഉണ്ടാവും. അതിനെല്ലാം അയാൾ കവർ ചെയ്തിട്ട് വീണ്ടും ആ ഹിറ്റ്സ് മാത്രം പറയും, അടുത്ത ആളിലോട്ട് പറയും. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരു ഒറ്റ ചോദ്യം കൂടെ. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായി. അവിടെ ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു. കേരളത്തിൽ കോവിഡ് വന്നു, ലോകമെമ്പാടും കോവിഡ് വന്നു, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. പലയിടങ്ങളിൽ പ്രളയം വന്നു, ഒരുപാട് പേർ മരണപ്പെട്ടു. 27 നാളുകളാണുള്ളത്. 27 നാളുകാരും മരിച്ചിട്ടും ഉണ്ടാകും. അപ്പോ 2025 ആരെയൊക്കെ, ഏതൊക്കെ നാളുകാരാണ് പേടിക്കേണ്ടെന്നൊരു ഉത്തരം കൂടെ കിട്ടിയാൽ നമുക്ക് ചർച്ച നടത്താം. വളരെ സിമ്പിൾ ആണ്. ഒരേ ഉത്തരം തന്നെയാണ് രണ്ടുപേർക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിനകത്ത് ഏതൊരു നാളിലുള്ള ആളുകളും മരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ജനിച്ച മനുഷ്യരെല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് മരിച്ചേ പറ്റുള്ളൂ. എല്ലാ നാളിലുള്ളവർക്കും നല്ല സമയം ഉണ്ടാവും, എല്ലാ നാളിലുള്ളവർക്കും മോശ സമയം ഉണ്ടാവും. അതിൽ ഈ നല്ലത് മോശം എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ വയ്ക്കുന്നു എന്നുള്ളതിലാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഒരേ നാളുകാർക്ക് തന്നെ ഭയങ്കര ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പം അതേ നാളിലുള്ള ആൾ തന്നെ കടം കയറി മുടിയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് എന്നുള്ളതാണ് എൻ്റെ അതിനകത്ത് അഭിപ്രായം. ഈ ഒരു കാര്യം കൂടെ, ഇത് അവസാനത്തെ ചോദ്യമായിരുന്നെങ്കിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേറ്ററിയാണ്. ഇത് അതായത് പണ്ട് കാലത്ത് സമയം അറിയാനായിട്ട്, അതായത് തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററിയിൽ നിന്നൊരു ഫ്ലാഗ് കാണിക്കുകയും വഴുതക്കാട് മൈതാനത്ത് നിന്ന് പീരങ്കി ഉപയോഗിച്ച് വെടിവെച്ചിട്ട് മണിക്കൂറുകളോളം, ഓരോ മണിക്കൂർ കഴിയും തോറും നിങ്ങൾക്ക് സമയം കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഡിവൈസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് സമയം അറിയാം, അതാണ് എളുപ്പം ഒരു മാർഗ്ഗം നിങ്ങൾക്ക് വാച്ച് കറക്റ്റ് ചെയ്യാൻ. ഒരു കാലത്ത് ആകാശവാണിയിലെ സമയം നോക്കി കറക്റ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്നതാണ്, റേഡിയോ ടൈമാണ് എൻ്റെ വാച്ച് എന്ന് പറയുമായിരുന്നു, അല്ലെങ്കിൽ റെയിൽവേ ടൈമാണ് എൻ്റെ വാച്ച് എന്നൊക്കെ പറയുമായിരുന്നു. അത് മാറി. അപ്പോൾ നമ്മുടെ ഈ ഒബ്സർവേറ്ററി ആക്ച്വലി ഉണ്ടാക്കിയത് എന്തിനാണ്? അന്നത്തെ കാലത്ത് ജോൺ കാൽഡക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു. മഹാരാജാവ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒബ്സർവേറ്ററിയിൽ കൊണ്ടുവന്നിട്ട് പുള്ളിക്ക് താല്പര്യം ആക്ച്വലി കാന്തിക വലയത്തെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനായിരുന്നു. പക്ഷേ അന്ന് കൊണ്ടുവന്നതിന്റെ പ്രധാന ഉദ്ദേശം അൽമനാക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള രാജാക്കന്മാരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അൽമനാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാംഗം. ആ പഞ്ചാംഗം ഇപ്പോഴും നമുക്കറിയാം. ഈ 2025 ആവുമ്പോൾ കുറേ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നവരും അത് ഒരുപാട് പേര് പഞ്ചാംഗങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പൊ ഈ ഒബ്സർവേഷനൊക്കെ ഇവർക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഇതെല്ലാം ആസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ ഉണ്ടാക്കുന്ന ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ചേർക്കുന്ന ഫലഭാഗം കാര്യങ്ങൾ മാത്രം, മസാല അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഗാർണിഷ് ചെയ്യുന്ന പരിപാടി മാത്രമാണ് ജ്യോത്സ്യന്മാർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ അലൻ ബ്രൗൺ ഇവിടെ സീരിയസ് ആയിട്ട് സ്റ്റഡീസ് ഒരു സൈഡിൽ നടക്കുമ്പോഴും അപ്പുറത്ത് അതിന്റെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാംഗം ഉണ്ടാക്കുക പോലെയുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതും കൂടെ എടുത്ത് പറയേണ്ടതാണ്. അപ്പൊ എല്ലാ നാളുകാർക്കും ജ്യോത്സ്യന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വളരെ സിമ്പിൾ ആണ്. എളുപ്പം രക്ഷപ്പെട്ടു. അതെ, ഒരുപാട് സന്തോഷം മറുനാടോട് ചേർത്തതിൽ. കാരണം വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ, കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടാൻ പോകുന്ന കുറച്ച് നാളുകളാണ്. ഇനി 3-4-5 ഒരു 2 ആഴ്ചക്കുള്ളിൽ ഒരുപാട് ആളുകൾ ഫലം നോക്കാനായിട്ട് പോകും. അടുത്ത വർഷം എന്താവാമെന്ന് അറിയാൻ വേണ്ടി പോകും. ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടും. ഇവരൊക്കെ എന്നു മുതലാണ് ഈ ഇംഗ്ലീഷ് കലണ്ടർ നോക്കി പ്രവചിക്കാൻ തുടങ്ങിയതെന്ന് നമുക്കറിയില്ല. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. എന്തായാലും കൂടുതൽ വീഡിയോയ്ക്ക് മറുനാടനൊപ്പം ചേരേണ്ടതുണ്ട്. അപ്പൊ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മനോജ. ബൈ.